ബ്രോ നമ്മള് 1970 കിഡ്സ് പൊളിയാണ്. കിഡ്സ് അല്ല, അമ്മാവന്മാര്. അതെ, ആങ്കിൾസ്. തുടക്കമേ നാറ്റിക്കാടെ, ഇച്ചിരി കഴിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറ. കാര്യത്തിലോട്ട് വരും. അപ്പോ 1970 കിഡ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ടി വി ഇല്ലായിരുന്നു, ഞങ്ങൾക്ക് കമ്പ്യൂട്ടറിലായിരുന്നു, ഞങ്ങൾക്ക് മൊബൈൽ ഫോൺ ഇല്ലായിരുന്നു, ഞങ്ങൾക്ക് ഇമാതിരി ഒരു സാധനം ഇല്ലായിരുന്നു. ആകെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് നാട്ടിൽ കിട്ടുന്ന കുറേ വണ്ടികളും ചെറിയ ചെറിയ കയറുകളൊക്കെ ആയിരുന്നു ഞങ്ങളെ വണ്ടികൾ അന്നത്തെ കാലത്ത്. എന്നൊക്കെ പറയാം. നിങ്ങൾ പാളയിൽ വെച്ചിട്ട്, ഞങ്ങൾ സ്ഥിരം ചെയ്യുന്നൊരു പരിപാടിയായിരുന്നു, പാള വെച്ചിട്ട് ആൾക്കാരെ കുട്ടികളെ വലിച്ചോണ്ട് പോവാം. ഗോലികളിയൊക്കെ സ്ഥിരമുള്ളതാണ്. ഗോലികളിയൊക്കെ ഞങ്ങളുടെ എപ്പോഴും ഉണ്ട്. 90s അത് സജീവമായിരുന്നു. എനിക്ക് തോന്നുന്നു 2000 വരെയൊക്കെ സജീവമായിരുന്നു തോന്നുന്നു. വേറെ പിന്നെ അത് മാത്രമല്ല, എനിക്ക് തോന്നുന്ന ഞങ്ങള് 90s കിഡ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, 90s ഞാനാണ്, അല്ല സോറി 70s, ശരി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് 70s കിഡ്സിനെ കുറിച്ച് മറ്റു കാര്യം പറയുകയാണെങ്കിൽ, ഞങ്ങൾ സത്യം പറഞ്ഞ ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ തുടക്കം മുതൽ കണ്ടവരാണ്. അറിയോ? സ്വാതന്ത്ര്യ സമരത്തിന്റെ ഏകദേശം അല്ലേ? സ്വാതന്ത്ര്യ സമരമൊക്കെ എന്റെ ഫാദറൊക്കെ പറയാറുണ്ട്, എന്റെ ഫാദർ പറയാറുണ്ട് കേട്ടോ. അവരൊക്കെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആ കാലഘട്ടത്തിൽ ജനിച്ചവരാണ്. ആ സ്വാതന്ത്ര്യ സമരം കിട്ടിയ സമയത്ത് ജനിച്ചവരാണ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ഇതുപോലെ തന്നെ ആയിരിക്കും നമ്മളെ പോഡ്കാസ്റ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ. ബട്ട് അൾട്ടിമേറ്റ്ലി എനിക്ക് തോന്നുന്നത് ഇൻഡസ്ട്രിയൽ റവല്യൂഷനിൽ ജനിച്ചു, ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ ഫുൾ കാലഘട്ടങ്ങൾ കണ്ടു, അതിന് മുമ്പുള്ള ഒരു ചെറിയ കാലഘട്ടം കണ്ടു. അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഐ ആം സോ ബ്ലസ്ഡ് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് 90s കിഡ്സിനെ കുറിച്ച് തോന്നുന്നത്? എനിക്ക് നമുക്ക് എപ്പോഴും എനിക്ക് തോന്നുന്നത് നമ്മള് ജനിച്ച ആ കാലഘട്ടമാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ബെസ്റ്റ്. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ 90s അപ്പൊ അതുകൊണ്ട് ഞാൻ സ്വാഭാവികമായിട്ടും പറയും 90s ആണ് അടിപൊളി. കാരണം എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മൾ 90s ബ്രോ പറയുന്നത് ഒന്നും ഇല്ലാത്തടത്ത് നിന്നും അല്ലേ ഈ ഒരു കാലഘട്ടത്തിലൂടെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ആ കറക്റ്റ് ട്രാൻസിഷൻ ആ ഒരു പീരീഡിലാണ് നമ്മൾ ജനിക്കുന്ന കാലഘട്ടം. ഈ എല്ലാവരെയും കുഴപ്പമെന്ന് വെച്ചാൽ എല്ലാവരും വലുതാണ്, അവിടെയാണ് ഈ പ്രശ്നം. പക്ഷെ ഇതിനകത്ത് മറ്റൊരു കാര്യമുണ്ട്. നിങ്ങൾ ശരിയാണ് പറയുന്നത്, പക്ഷേ നിങ്ങൾ ഉള്ള കാലഘട്ടത്തിൽ ടി വി ഉണ്ടായിരുന്നോ? നിങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ എല്ലാ വീടുകളിലും ഇല്ല. ആ ഒരു കാലഘട്ടം ഞാൻ കണ്ടിട്ടുണ്ട്. ഉണ്ട്. പക്ഷെ ഇതിന്റെ ഏറ്റവും വലിയൊരു സംഭവം എന്തോന്നറിയോ? ഞാനൊക്കെ ജനിക്കുന്ന കാലഘട്ടത്തിൽ ടി വി ഇല്ലായിരുന്നു. അപ്പം 85 തോന്നുന്നു, ഇന്ദിരാഗാന്ധി മരിക്കുന്ന ആ ഒരു ഫ്യൂണറലിന്റെ ടൈമിലാണ് ഞാൻ ടി വി ആദ്യമായിട്ട് കാണുന്നത്. അതായത് ഞാനിങ്ങനെ എൻ്റെ ഉമ്മയുടെ വീട്ടിൽ കൊട്ടിയം എന്ന് പറയുന്ന സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ വരുന്ന വഴിക്ക് അവിടെ ഒരു വീട്ടില് എന്തോ ഒരു സാധനം ഇങ്ങനെ കാണുന്നു. ഇറ്റ് വാസ് ആൻ അമേസിങ് എക്സ്പീരിയൻസ്. ആ എക്സ്പീരിയൻസിലാണ് കാര്യം. ഇപ്പൊ നിങ്ങൾ ജനിച്ച പോലെ ഈ സാധനം ഉള്ളതുകൊണ്ട് ആ എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ടോ? ഇല്ല. ഞാൻ പറഞ്ഞുതരാം. അതായത് എനിക്ക് ഓർമ്മയുള്ള കാലഘട്ടത്തിൽ ഈ പറഞ്ഞ പോലെ ഒരു ടി വി ഉള്ള വീടെന്ന് പറയുമ്പോൾ ആ ഏരിയയിൽ തന്നെ ഫേമസ് ആവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ഉണ്ടായിരുന്നത് തുടങ്ങുമ്പോൾ എൻ്റെ കുഞ്ഞില്. അപ്പൊ എൻ്റെ മാമനൊക്കെ ഇതുപോലെ മറ്റേ ഇലക്ട്രോണിക്സ് ഒക്കെ പഠിച്ച സമയമാണ്. പുള്ളി അവിടെ നിന്ന് ബോംബെന്നോ ഇവിടെ നിന്നോ ഇങ്ങനെ മറ്റേ ഒരു ടി വി കൊണ്ടുവന്നു. ഈ കൊണ്ടുവന്ന് ഇതിന് ഷട്ടറൊക്കെ ഇട്ട് ഈ പറഞ്ഞ പോലെ ഫുള്ള് കവറിങ് ഒക്കെ ചെയ്ത് അതൊരു വലിയൊരു അലങ്കാരമാക്കി സെന്ററിൽ വെക്കുമല്ലോ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ചുറ്റും ആൾക്കാരൊക്കെ വന്ന് ഇങ്ങനെ വീട്ടിന്റെ ആ ജനൽ വഴിയൊക്കെ കാണാൻ, അത് കാണുന്ന രീതിയിൽ തന്നെ വയ്ക്കുകയും ചെയ്യും. വീട്ടിന്റെ അകത്ത് വെക്കില്ല, എന്നാൽ സൈഡ് ജനലിലൂടെയൊക്കെ കാണാൻ കഴിയുന്ന രീതിയിൽ അത് വയ്ക്കുകയുള്ളൂ. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ കിട്ടി. ബ്രോ പറയുന്നത് വേറൊരു എക്സ്പീരിയൻസ് ആണ് അല്ലെ, ആദ്യമായി കാണുക എന്ന് പറയുന്നത്. ആദ്യമായി കാണുക. നിങ്ങൾ അതിനുശേഷം ആ ഒരു 85 ഞാൻ ടി വി കണ്ടു. പിന്നീട് ഞങ്ങളുടെ വീട്ടില് ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ BPL എന്ന് പറയുന്ന ടി വി ആയിരുന്നു. കുറെ നാൾ അങ്ങനെ ആയിരുന്നു. അതിനുശേഷം പിന്നെ കളറൊക്കെ വന്നു. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, നിങ്ങൾ ഈ പറയുന്ന പോലെ നിങ്ങൾക്കുണ്ടായിരുന്ന അതേ കാലഘട്ടത്തിൽ ഞാനും അനുഭവിച്ചിട്ടുണ്ട്. അതായത് ഈ ടി വി എന്റെ വീട്ടിൽ ഇല്ലായിരുന്ന സമയത്ത് ഈ രാമായൺ എന്നൊക്കെ പറയുന്ന മഹാഭാരത് സീരിയൽ, ശക്തിമാൻ, അതുപോലെ തന്നെ നമ്മുടെ സിനിമ വരുന്നതിന് മുമ്പ് ശനിയാഴ്ച ഞായറാഴ്ച ഒരു സിനിമയുണ്ട്. മലയാള സിനിമ വരുന്നത്. മലയാള സിനിമ വരുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു ഒരു സമയത്തിന് ഒരു ചെറിയ എന്തോ ഒരു പ്രോഗ്രാം നടത്തുന്നുണ്ട്, ഒരു ഷോ ഉണ്ട് ടി വിയിൽ. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ കൂടാതെ പിന്നീട് ഞാൻ കാണുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, പിന്നെ ഈ സിനിമ രാമായണമൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ ടി വി ഇല്ല. അപ്പം വേറൊരു വീട്ടിൽ പോയിരുന്നാണ് കാണുന്നത്. അന്ന് തിയേറ്ററാണ് ആ വീട്. ഞാൻ ആലോചിക്കാറുണ്ട്, ഇന്നിപ്പോ ഞാൻ ആലോചിക്കും അവർക്കൊക്കെ എന്തുമാത്രം ബുദ്ധിമുട്ട് അന്ന് ഉണ്ടായി കാണുന്നതാണ്.